ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ രാവിലെ തന്നെ അടുക്കളയിലുള്ള തിരക്കുകളിലാണ് കേട്ടോ. രാവിലെ ചായക്ക് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഈ പുട്ടുണ്ടാക്കുന്ന ദിവസം ഞാനെന്തിനാണ് വേറൊരു പലഹാരം കൂടി ഒപ്പം ഉണ്ടാക്കുന്നത് എന്ന് കേട്ടോ. കാരണം വേറൊന്നുമല്ല, എൻ്റെ മൂത്ത കുട്ടിക്ക് പുട്ടും കടലയാണ് ഇഷ്ടം. രണ്ടാമത്തെ ആൾക്ക് പുട്ട് ഇഷ്ടമല്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പൂരി ആയിരിക്കും. ഇന്നിപ്പോൾ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതാണ് ഈ രണ്ട് തരത്തിലുള്ള പലഹാരം ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഉച്ചത്തേക്കുള്ള ചോറ് എല്ലാവർക്കും കൊണ്ടുപോകാനുള്ള കാരണം മൂത്ത കുട്ടിക്കും കൊണ്ടുപോകണം, ഏട്ടനും ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ചോറും കൂട്ടാനും ഒക്കെ രാവിലെ തന്നെ ആക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കർക്കിടക മാസമായിട്ടാണ് തോന്നുന്നു, നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ അവിടേക്കൊക്കെ എങ്ങനെയാണ്, നല്ല മഴയുണ്ടോ? ഇവിടേക്ക് തോരാത്ത മഴയാണ്. രാവിലത്തെ മഴയും തണുപ്പും ഒക്കെ കാണുമ്പോൾ എണീക്കാൻ തന്നെ മടിയാണേ. പക്ഷേ എണീച്ചില്ലെങ്കിൽ ആകെ അവതാളത്തിലാവും. കാരണം എല്ലാവർക്കും ചോറ് കൊണ്ടുപോകണ്ടേ, കറക്റ്റ് ടൈമിനാവണം. അപ്പോൾ അതുകൊണ്ട് തണുപ്പ് നോക്കില്ല, മഴയും നോക്കില്ല, നേരത്തെ എണീക്കും കേട്ടോ. പിന്നെ കർക്കിടക മാസമായതുകൊണ്ട് മീനും അതൊന്നും പറ്റാത്ത കാരണം കുട്ടികൾക്ക് രണ്ടാമത് എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ അധികം ഒന്നുമില്ലെങ്കിൽ പപ്പടം അല്ലെങ്കിൽ സോയാബീനാണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും അവർക്ക് കൊണ്ടുപോകാനുള്ളത് സോയാബീനാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ എന്നും സ്കൂൾ വണ്ടി വരുമ്പോൾ ഞാനും കുട്ടികളും ഓടുകയാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ പതിവിൽ നേരത്തെ ഒരു 10 മിനിറ്റ് മുന്നേ ഞങ്ങൾ റെഡിയാവലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കാരണം കുട്ടികളൊക്കെ ഇരുന്ന് TV തന്നെയാണ് കേട്ടോ. വണ്ടി വരാൻ ഇനിയും കുറേ സമയമുണ്ട്, ഒരു 10 മിനിറ്റോളം ഇനിയും സമയമുണ്ട്. അപ്പോൾ പോണേൻ്റെ മുന്നേ പുസ്തകങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടോയെന്ന് ഒന്നും കൂടി നോക്കണമെന്ന് എൻ്റെ ചെറിയ മോള് പറയും കേട്ടോ. അവൾക്ക് ഭയങ്കര പേടിയാണ്, എല്ലാ പുസ്തകങ്ങളും ഇല്ലേ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ അത് പോണേൻ്റെ മുന്നേ ഒന്നും കൂടി നോക്കാൻ എന്നും പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം വണ്ടി വരാനുള്ള ടൈമായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം കേട്ടോ. എന്നൊരു ഭാഗ്യത്തിന് സ്കൂൾ പോണ ആ ടൈമിലേക്ക് മഴയൊന്നുമില്ല, മഴ തോർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്ന് പെയ്ത് പോയതാണ്. അപ്പോൾ ഞങ്ങളിവിടെ നായ്ക്കളുടെ ശല്യം നല്ലോണം കേട്ടോ. അപ്പോൾ അത് കാരണം വെള്ളമൊക്കെ നിറച്ച് വെച്ചേക്കാണ് സിറ്റ് ഔട്ടിൽ. പിന്നെ അത് കുട്ടികൾ പോയതിന് ശേഷം വീണ്ടും മഴ തുടങ്ങി. അപ്പോൾ അടിക്കലും തുടക്കലും എല്ലാതും കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കലാണ് കേട്ടോ. മഴ കാരണം പുറത്ത് തിരുമ്പാൻ പറ്റില്ല, അത് തന്നെ മെഷീനിലിടണേ. അപ്പോൾ ഇന്ന് ഉച്ച വരത്തേക്കുള്ള ഏകദേശം എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. ഇനി കുറച്ച് തയ്ക്കാനും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.